മറ്റന്നാണ് സാർ ഇന്ന് നമ്മുടെ സ്വരാജ് തോറ്റ സ്ഥാനാർത്ഥിക്ക് ഇന്നൊരു അവാർഡൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നതാണ്. ഇത്തരത്തിൽ തോൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവാർഡുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സാർ. ഇടതുപക്ഷത്തിന്റെ എണ്ണയിട്ട യന്ത്രങ്ങൾ എന്ന കണക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ. ഞാനും എന്റെ അച്ഛനും ഒരു മുതിർന്ന സഖാവായിരുന്നു, ഇവിടെ കർഷക തൊഴിലാളിയുടെ ഒക്കെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ 2013 അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഞാൻ എന്റെ ഉള്ളിലുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ഒരു രാഷ്ട്രീയം ഇല്ലാതെ നടന്നൊരു വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും അച്ഛൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇടതുപക്ഷത്തിന്റെ ആ ഒരു സിസ്റ്റം. അത്തരത്തിൽ എണ്ണയിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രം കണക്കെ തന്നെ പിണറായി വിജയൻ 3 കുടുംബ യോഗങ്ങളിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പങ്കെടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ എത്രത്തോളമാണ് ഇവർ അതിനെ ഗൗരവമായിട്ട് എടുത്തതെന്നൊക്കെ അറിയാം. ഇത്തരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടും ഇവർ പരാജയം നുണഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിന് ഇപ്പോൾ ഈ പറയുന്ന ആര്യാട് ഷൗക്കത്തിന്റെ ആയാലും അതിൽ അയാളുടെ ആ ഒരു നിലമ്പൂരിലെ ആ ഒരു അപ്രമാദിത്യം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈ സ്വരാജ് എന്ന് പറയുന്ന ഇവിടുത്തെ ഹിന്ദു വിരുദ്ധൻ, അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അയ്യപ്പസ്വാമിക്ക് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ വ്യക്തി എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ എത്രത്തോളം ഹിന്ദു വിരുദ്ധത ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ അയാൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ആ ഒരു രീതി കൂടി ഇയാളെ ബാധിച്ചിട്ടുണ്ടോ സർ, ഇയാളുടെ ഈ ഒരു തോൽവിയെ? എങ്ങനെയാണ് സാർ അത് നോക്കിക്കാണുന്നത്? അതായത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു ജനവിഭാഗം ഒരുപക്ഷെ നേരിട്ട് BJP-യിലേക്ക് വോട്ട് തിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധാരാളം പേര് BJP-യിലേക്ക് നേരിട്ട് വന്ന് BJP-ക്ക് വോട്ട് ചെയ്യുന്നത് ഉണ്ട്. എങ്കിൽ പോലും CPM-ന്റെ നിലവാര തകർച്ചയും അവരുടെ അന്ധമായിട്ടുള്ള ഇസ്ലാമിക പ്രീണനവും ജിഹാദി അല്ലെങ്കിൽ മൗദൂദിയൻ ആശയങ്ങളോടുള്ള അവരുടെ അഭിനിവേശവും സംഘടിത ഇസ്ലാം വോട്ട് ബാങ്കിന്റെ മുമ്പിൽ അവര് കീഴടങ്ങുന്നതും ഒക്കെ വേദനയോടുകൂടി കാണുന്ന ഒരു വലിയ ജനവിഭാഗം ഹിന്ദുക്കൾ, ഹിന്ദു സഖാക്കന്മാർ ഇടതുപക്ഷത്തുണ്ട്. പക്ഷെ ആ ഇടതുപക്ഷ സഖാക്കന്മാര് BJP-ക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കാണാം. പക്ഷെ അവർക്ക് വൻതോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന്. അപ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ വോട്ട് എങ്ങോട്ട് പോയി? അത് അവിടെ PV അൻവർക്ക് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ UDF-ലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ വോട്ട്, ഇടതുപക്ഷത്തിന്റെ വർഗീയ പ്രീണനം, മുസ്ലിം പ്രീണനം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സഖാക്കന്മാർ, പ്രത്യേകിച്ച് ഹിന്ദു സഖാക്കന്മാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവരുടെ വോട്ട് 2 ഭാഗത്തേക്കോ 3 ഭാഗത്തേക്കോ ചിതറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് കാണുന്ന കാഴ്ച. പക്ഷേ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കൺഫ്യൂഷനിൽ എത്തിപ്പോയ ഇടതുപക്ഷ ഹിന്ദു സഖാക്കന്മാര് കൃത്യമായും അവരുടെ വോട്ട് എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് വരേണ്ടി വരും. ഇല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനം അവരെ രക്ഷിക്കില്ല, അവര് ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ അവരും രക്ഷിക്കും. അതുകൊണ്ട് അവരുടെ രക്ഷ എവിടെ എന്ന ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ സഖാക്കന്മാരുടെ വോട്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി BJP-യിലേക്ക് തിരിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത. ശ്രീ രശ്മിലാദ്ജി, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രശ്മിലേട്ടനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് മറുപടികൾ പറയേണ്ടത്. കാരണം അദ്ദേഹത്തിനായിരുന്നു ഇവിടെ തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള മെയിൻ ചുമതല. മാത്രമല്ല മലപ്പുറം ജില്ല ഈസ്റ്റ് മേഖലയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ രശ്മിലേട്ട ഇതിന്റെ പ്രാഥമികമായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ബന്ധു ജനം കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ രശ്മിലേട്ട എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് രശ്മിലേട്ട ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളാം. നമ്മൾ ഏറ്റവും അവസാനമാണ് നിലമ്പൂരിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു വർഷത്തിനകം 2-3 തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരിക ഒരു സമൂഹത്തിന് എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഒരു വലിയ തുക ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തന്നെ ചെലവഴിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് കേവലം ഒരു 6-7 മാസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബൈ ഇലക്ഷൻ അത് തികച്ചും അനാവശ്യമാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ, അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് BJP ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കുപ്രചരണങ്ങളാണ് പത്രദൃശ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ BJP വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്കോ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഉപതെരഞ്ഞെടുപ്പിനോടുള്ള എതിർപ്പും ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനോടുള്ള UDFന്റെ മൃദു സമീപനവും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു എതിർപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഏത് ഭീകരവാദികളെ കൂട്ടുപിടിച്ചാലും ശരി, ജയിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് എത്തണം എന്ന രീതിയിലാണ് രണ്ട് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ളത്. UDF ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് LDF അവരും തന്നെ നിരവധി ആളുകളെ, നൂറുകണക്കിന് ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തുകയും ആയിരക്കണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കുകയും ചെയ്തിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ള PDP, അബ്ദുൽ നാസർ മദനി നേതൃത്വം നൽകുന്ന PDPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയാനുള്ളത്, ഏറ്റവും കൗതുകകരം എന്നും പറയാനുള്ള ഒരു കാര്യം, എല്ലാവരും ഗാന്ധിവധം, ഗോഡ്സെയെ, ഹിന്ദു മഹാസഭയുടെ ഗോഡ്സെയാണ് ഗാന്ധിയെ വധിച്ചത്, അത് RSSകാരനെന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്, ആ ഹിന്ദു മഹാസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഇവിടെ മത്സരരംഗത്ത് വന്നപ്പോൾ അവരുടെ പിന്തുണ പരസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരേ ഒരു തെരഞ്ഞെടുപ്പിൽ മറുപടി കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതേസമയത്ത് ഇപ്പുറത്ത് ദേശീയ ജനാധിപത്യ സഖ്യം, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. എല്ലാ മുന്നണികളും പറയുന്നത്, BJP വിരുദ്ധ പാർട്ടികളൊക്കെ പറയുന്നത് BJP ഒരു ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന പാർട്ടിയാണ്, ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ്. ഇങ്ങനെയുള്ള നിരവധി കുപ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വേളയിലാണ് മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ മാർത്തോമ സഭയുടെ അംഗമായിട്ടുള്ള മോഹൻ ജോർജിനെ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ക്രൈസ്തവ മേഖലകളിൽ BJPയെ കുറിച്ചുള്ള ഒരു ചിന്താഗതിക്ക് വലിയ മാറ്റം വരുത്താൻ വേണ്ടി, അതിന് തുടക്കമിടാൻ വേണ്ടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ ഇവിടെ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുകയും അതോടൊപ്പം അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങുകയും ചെയ്തിട്ടുള്ള ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് 2 or 3 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ ഞങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് കയറി വരാൻ സാധിച്ചിട്ടുള്ളൂ ഉപതെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ മലപ്പുറം ജില്ല പോലുള്ള ഒരു ജില്ലയിൽ, നിലമ്പൂര് പോലുള്ള ഒരു മണ്ഡലത്തിൽ, UDFന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലത്തിൽ, ചില ആളുകളുടെ പണത്തിന്റെയും വ്യക്തിപ്രഭാവത്തിന്റെയും പേരിൽ UDFന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ മണ്ഡലത്തിൽ BJPയെ സംബന്ധിച്ച് തികച്ചും അപ്രസക്തമായിട്ടൊരു മണ്ഡലം തന്നെയായിരുന്നു നിലമ്പൂർ നിയോജകമണ്ഡലം. ആ മണ്ഡലത്തിൽ 2021 വോട്ടുകൾ നിലനിർത്തുകയും അല്പമെങ്കിലും ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യ മുന്നണിയുടെ ശക്തമായ വിജയം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ നിരവധി ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ചെയ്തിട്ടുള്ള ചർച്ചകൾ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് ചർച്ച എന്ന് പറയുന്നത് വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടാണ്. ഈ വികസിത കേരളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പക്ഷേ ആ വികസിത കേരളവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും തികച്ചും വർഗീയമായിട്ടുള്ള വോട്ടുകൾ സമാഹരിക്കാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയൊരു രസമെന്ന് പറയുന്ന മറ്റൊരു കാര്യം, ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകാതിരിക്കാനും അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാനുള്ള ഒരു കളമൊരുക്കാനുമുള്ള ഒരു നാടകം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം. അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ആ ഒരു സംവിധാനത്തെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 20,000-ഓളം വോട്ട് ഒരു മണ്ഡലത്തിൽ നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രം ചർച്ച ചെയ്താൽ പോരാ. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ 9 വർഷം ഇവിടെ MLA ആയിരുന്ന വ്യക്തിക്ക് 20,000 വോട്ടിനടുത്ത് മാത്രമേ നേടാനായുള്ളൂ എന്നൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിന്റെ
ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു, കഴിഞ്ഞ ദിവസവും ഇപ്പൊ ഇന്നലെയൊക്കെ കണ്ടു, വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ആള്, ആ പ്രസ്ഥാനം ഞങ്ങൾ തോൽവിയാണെങ്കിൽ പോലും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാ പറഞ്ഞത്. PDP-യെയും ഹിന്ദു മഹാസഭയെയും രണ്ട് ഭാഗത്തും തോളോട് തോൾ ചേർത്ത് നിർത്തിയിട്ട് വർഗീയതക്കെതിരെ പോരാടുന്ന ഞങ്ങളുടെ നിലപാട് തുടരുമെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചിന്തിക്കുന്നത്? അതോടൊപ്പം തന്നെ വർഗീയതക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് മുതലാണ്, ഏത് ഘടകം കൊണ്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വർഗീയമല്ലാതാവുകയും ഇവിടെ സ്വർഗീയമാവുകയും ചെയ്തതെന്ന് കൂടി ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാൻ അവരും ബാധ്യസ്ഥരാണ്. ഇവിടെ രണ്ട് മുന്നണികൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, നിലമ്പൂരിന്റെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നിലമ്പൂരിലെ ബൈപ്പാസിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, വികസന മുരടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ നിലമ്പൂർ വനമേഖലയോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിൽ നിരവധി ആളുകൾ വന്യമൃഗ ആക്രമണങ്ങളെ കൊണ്ടും വന്യമൃഗ ശല്യം കൊണ്ടും കൃഷിയും ജീവനും നഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചുള്ളത്, വികസനമോ മറ്റോ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് മതം എന്ന ഒരു കാര്യം, അതിനാണ് പ്രാമുഖ്യം കൊടുക്കാൻ ഈ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ വോട്ടർമാര്, ചില മേഖലകളിലെ വോട്ടർമാര് തയ്യാറായിട്ടുള്ളത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.